ബഥനി ഒരാധ്യാത്മിക സൗധമാണ്. ലോകത്തിൻ്റെ നെറുകയിൽ സ്നേഹത്തിൻ്റെ അരുവിയിൽ കുളിച്ച് ദൈവത്തിൻ്റെ പ്രണയഗീതം പാടി ജീവിച്ച 3 മനുഷ്യ വ്യക്തിത്വങ്ങളാൽ കടഞ്ഞെടുത്ത ബഥനി. മാർത്ത, മറിയം, ലാസർ. മറിയം പ്രേമപീയൂഷത്തിന്റെ പ്രതീകം. മാർത്ത ദൈവസ്നേഹത്താൽ കത്തിജ്വലിച്ച് സ്നേഹസ്ഫുല്ലിംഗങ്ങളാൽ നിറഞ്ഞ് കർമ്മനിരതയായവൾ. ഈ ലോകം അവസാനിക്കുന്നുവെന്ന് കരുതുന്നവർക്കായി ഇതൊരു തുടക്കം മാത്രമാണെന്ന് പഠിപ്പിക്കാൻ സുവിശേഷം ഒരുക്കുന്ന മനോഹര ഗേഹമാണ് ബഥനിയുടെ മാർത്ത, മറിയം, ലാസറിന്റെ തിരുനാൾ ദിന ആശംസകൾ. Happy feast of Saints Martha, Mary, and Lazarus to all. May our community always be a Bethany, a sanctuary of rest, deep prayer, and genuine hospitality for all who enter. On this beautiful feast, let us renew our commitment to serving Christ with zeal of one another, with zeal of Martha, loving Him with devotion of Mary, and testifying to His life-giving power like Lazarus. Blessings to all on this feast of the Holy Saints. ଯୀଶୁ ଯେଉଁ ଗୃହରେ ଯାଏ ତାହାଙ୍କର ମନର ସବୁ କଥା ଯେଉଁ ଗୃହରେ କହିଥିଲେ ସେହି ଗୃହର ପର୍ବ ଆଜି ଆମେ ପାଳନ କରୁଅଛୁ। ସେହି ଗୃହରେ ଆଜି ମୁଁ ବାସ କରି ଆପଣମାନଙ୍କୁ ଅଭିନନ୍ଦନ ଜଣାଉଅଛି। सब लोगों को जय यीशु। बेथनी पर ढेर सारे बधाई। मार्था की सेवा भावना, मरियम की भक्ति और लासर की विश्वास से हमारा जीवन आलोकित हो। ബഥനി സന്നിസ്ഥരായ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ബഥാനിയയിലെ വിശുദ്ധ മറിയത്തിൻ്റെയും മാർത്തായുടെയും ലാസറിൻ്റെയും തിരുനാൾ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ കർത്താവിൻ്റെ അനുഗ്രഹ വർഷം ബഥനി സഹോദരിമാരായ നമ്മളുടെ ഏവരുടെയും മേൽ ധാരാളമായി വർഷിക്കപ്പെടുന്ന ദിവസങ്ങളാണിത്. ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഓരോ സഹോദരിമാർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഈ ദിവ്യമായ സക്രാരിയുടെ മുന്നിൽ നിരന്തരമായിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന്, ധ്യാനാത്മകതയിൽ നിന്ന് ആർജിക്കുന്ന ആ വലിയ ഉൾവെളിച്ചത്തിൽ നാം ചെയ്യുന്ന ശുശ്രൂഷകൾ തമ്പുരാൻ കാണുന്നു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ശതാബ്ദി പിന്നിട്ട് അടുത്ത നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ നാം ഓരോരുത്തരും വളരെ ആനന്ദത്തോടെ ബഥനി സന്യസ്തരായിരിക്കുന്നു. ധന്യൻ മാരിവാനിയസ് പിതാവ് മുണ്ടൻമലയിൽ സമാരംഭിച്ച ഈ ബഥനി പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ചൈതന്യവത്തായി പ്രവർത്തനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ ധന്യമായ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ ബഥനി സന്യാസിനികൾ നമ്രശിരസ്സരാകുന്നു. അതോടൊപ്പം തന്നെ പുണ്യപിതാവിനെ എത്രയും വേഗം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തട്ടെ എന്ന് നമുക്ക് ഒത്തൊരുമയോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ബഥനിയുടെ അനുഗ്രഹാശിസ്സുകൾ നേർന്നുകൊണ്ട്